ഹായ്, അടുത്ത ടോപ്പിക്കാണ്. ഇപ്പൊ നോട്ട് 1 ആയിട്ട് ഇപ്പൊ ജി ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ ഇങ്ങനെ തന്നിരിക്കുകയാണെങ്കിൽ, അതായത് ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, 0 ടി ലെസ് ദാൻ എ ഇങ്ങനെ വരെയാണെങ്കിൽ നമുക്ക് ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഇൻറ്റു യു ടി മൈനസ് എ എന്ന് എഴുതാം. നോട്ട് 2 ആയിട്ട് ഇപ്പൊ ജി ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ ഇങ്ങനെ തന്നിരിക്കുകയാണ്. ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി. ഈ ടിയുടെ വാല്യൂ എങ്ങനെയാണ്? എക്കും ബിക്കും ഇടയ്ക്ക്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, 0 അതർവൈസ് ഇങ്ങനെ വരെയാണെങ്കിൽ നമുക്ക് ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഇൻറ്റു പി ഓഫ് എ കോമ ബി എന്ന് എഴുതാം. എന്താണ് പി ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞാൽ? യു ടി മൈനസ് എ മൈനസ് യു ടി മൈനസ് ബി. ഇനി നോട്ട് 3 ആയിട്ട് എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതായത് എഫ് വൺ ടിയും എഫ് ടു ടിയും. എഫ് വൺ ടി എപ്പോഴാണ്? എഫ് വൺ ടി ഫോർ ടി ലെസ് ദാൻ എ, എഫ് ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഇങ്ങനെ വരെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി എങ്ങനെ എഴുതാം? എഫ് വൺ ടി പ്ലസ് എഫ് ടു ടി മൈനസ് എഫ് വൺ ടി ഇൻറ്റു യു ടി മൈനസ് എ എന്ന് എഴുതാം. ഇനി നോട്ട് 4 നോക്കിക്കുക. ഇങ്ങനെ 3 വരെയാണെങ്കിൽ എഫ് വൺ ടി, എഫ് ടു ടി, എഫ് ത്രീ ടി, 0 മുതൽ എ വരെ എഫ് വൺ ടി, എ മുതൽ ബി വരെ എഫ് ടു ടി, ടിയെക്കാളും ബിയെക്കാളും വലുതാണെങ്കിൽ എഫ് ത്രീ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി എങ്ങനെ എഴുതാം? എഫ് വൺ ടി പ്ലസ് എഫ് ടു ടി മൈനസ് എഫ് വൺ ടി ഇൻറ്റു യു ടി മൈനസ് എ പ്ലസ് എഫ് ത്രീ ടി മൈനസ് എഫ് ടു ടി യു ടി മൈനസ് ബി. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് കണക്കാക്കിയിട്ടുള്ള ജി ഓഫ് ടിയുടെ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് വേണം ബാക്കി ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇങ്ങനെ തന്നേക്കാണ്. എഫ് ഓഫ് ടി എന്താണ്? ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 0 ഇഫ് ടി ലെസ് ദാൻ 3. ഇത് നമ്മൾ 4 ടൈപ്പ് പഠിച്ചാൽ ഏത് ടൈപ്പാണ്? ടൈപ്പ് 1 ആണ്. അതായത് ഇങ്ങനെയല്ലേ പറഞ്ഞത്? ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, 0 ടി ലെസ് ദാൻ എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി ഓഫ് ടി എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഇൻറ്റു യു ടി മൈനസ് എ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇത് സെയിം ടൈപ്പ് അല്ലേ? അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ടി ഇൻറ്റു യു ടി മൈനസ് 3 അല്ലേ? ഇവിടെ എ വരുമ്പോ യു ടി മൈനസ് എ ആണ്. അപ്പൊ ഇവിടെ 3 വരുമ്പോ എന്താണ്? യു ടി മൈനസ് 3. അപ്പൊ ഇങ്ങനെ എഴുതാം. ഇനി ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ ഓഫ് എഫ് ഓഫ് ടി. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അതായത് എൽ ഓഫ് ടി യു ടി മൈനസ് 3. ഇനി എന്താണ് വേണ്ടത്? ഇവിടെ യു ടി മൈനസ് 3 ഉണ്ട്. അപ്പൊ ഇവിടെയും ടി മൈനസ് 3 വരണം അല്ലേ? എന്നാൽ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? എൽ ഓഫ് ഈ ടിക്ക് പകരം ടി മൈനസ് 3 പ്ലസ് 3, പിന്നെ യു ടി മൈനസ് 3, ഇത്രയും വരും. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൂടെ? എൽ ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ടി മൈനസ് 3 പ്ലസ് 3 യു ടി മൈനസ് 3 ഇങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് എൽ ഓഫ് കൊടുത്തൂടെ? അപ്പൊ എന്ത് വരും? എൽ ഓഫ് ടി മൈനസ് 3 യു ടി മൈനസ് 3 പ്ലസ് 3 എൽ ഓഫ് യു ടി മൈനസ് 3 ഇങ്ങനെയല്ലേ? നോക്കിക്കേ, ഇതെന്താണ്? എൽ ഓഫ് ടി മൈനസ് 3 യു ടി മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 3യെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലോട്ടാക്കാം. അതായത് ഇ റൈസ് ടു മൈനസ് 3s. ബാക്കി എന്ത് വരും? എൽ ഓഫ് ഈ 3 പൊക്കെ എഴുതും. എൽ ഓഫ് ടി പ്ലസ് ഇതെന്താണ്? 3 എൽ ഓഫ് യു ടി മൈനസ് 3 എന്താണ്? യു ടി മൈനസ് എക്ക് ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ് ആണ്. അതായത് യു ടി മൈനസ് എക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ്. ഇനി എൽ ഓഫ് ടി എന്താണ്? 1 ബൈ എസ് സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് 3s ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 3 ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആ ഇ റൈസ് ടു മൈനസ് 3s ഒന്ന് വെളിയിലാക്കാം. അതായത് ഇ റൈസ് ടു മൈനസ് 3s വെളിയിലാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 3 ബൈ എസ് അല്ലേ? ഇതിനൊന്ന് ആഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? ഇ റൈസ് ടു മൈനസ് 3s ബൈ ഇവിടെ എന്ത് വരും? എസ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എസ് പ്ലസ് 3s സ്ക്വയർ അല്ലേ? നമുക്കൊരു എസ് വെട്ടിക്കളയാം. ബാക്കി എന്ത് വരും?
ഇ റൈസ് ടു മൈനസ് 3s ഇൻറ്റു 1 പ്ലസ് 3s ബൈ എസ് സ്ക്വയർ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എക്സ്പ്രസ് ദ ഫോളോവിംഗ് ഫംഗ്ഷൻസ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്ന ഫോളോവിംഗ് ഫംഗ്ഷനെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് മാറ്റിയിട്ട് ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. എന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലോട്ട് മാറ്റിയിട്ട് പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. ഇതിപ്പോ ഏത് ടൈപ്പാണ്? നമ്മൾ 4 ടൈപ്പ് പഠിച്ചതില്ലേ? ഇതിപ്പോ എന്താണ്? ഇത് F1t, ഇത് F2t. അപ്പൊ നോട്ട് 3 അല്ലേ? നോട്ട് 3 ടൈപ്പ് അല്ലേ? അതായത് എഫ് ഓഫ് ടി ഈക്വൽ ടു F1t, F2t. എന്താണ്? ഫോർ ടി ലെസ് ദാൻ എ, ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി എങ്ങനെ എഴുതാം? F1t പ്ലസ് F2t മൈനസ് F1t ഇൻറ്റു യു ടി മൈനസ് എ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈക്വൽ ടു F1t പ്ലസ് ടി പ്ലസ് അടുത്തെന്താണ്? F2t മൈനസ് F1t ടി സ്ക്വയർ മൈനസ് ടി ഇൻറ്റു യു ടി മൈനസ് ആ നമ്പർ 2 അല്ലേ? യു ടി മൈനസ് 2 ഇങ്ങനെ എഴുതാം. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇങ്ങനെ ആക്കുക, പിന്നെ നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഏത് ടൈപ്പാണെന്ന് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഇത് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഓഫ് ടി പ്ലസ് ടി സ്ക്വയർ മൈനസ് ടി യു ടി മൈനസ് 2 ആണ്. നമുക്കിതിനെ എങ്ങനെ മാറ്റാം നോക്കാം. അതായത് എൽ ഓഫ് നമുക്ക് എന്താണ്? ഇതിപ്പോ എൽ ഓഫ് ടി കുഴപ്പമില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഇതിപ്പോ എൽ ഓഫ് ഇതിപ്പോ എങ്ങനെ എഴുതാം? ആദ്യത്തത് എൽ ഓഫ് ടി പ്ലസ് അടുത്ത എന്താണ്? എൽ ഓഫ് ടി സ്ക്വയർ മൈനസ് ടി യു ടി മൈനസ് 2 എന്ന് വന്നു. ഇങ്ങനെയല്ലേ? ഇനി എന്താണ്? ഇവിടെ യു ടി മൈനസ് 2 എന്ന് വന്നു. അപ്പൊ ഇവിടെയും ടി മൈനസ് 2 വരണ്ടേ? ഇതിനെ നമുക്ക് 2 ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതാലോ അല്ലേ? അത് നമുക്ക് പിന്നെ ചെയ്യാം. ഈ വരുന്നത് ഈ എൽ ഓഫ് ടി നമുക്കറിയാം. എൽ ഓഫ് ടി എന്താണ്? 1/s സ്ക്വയർ. പിന്നെ ചെയ്താലും മതി. എൽ ഓഫ് ടി എന്ന് പറയുന്നത് 1/s സ്ക്വയർ പ്ലസ് എൽ ഓഫ് ഈ ടി സ്ക്വയറിന് എന്ത് ചെയ്യും? നമുക്ക് ടി മൈനസ് 2 വരണം. ടി മൈനസ് 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് കണ്ടോ? ഈ ടി സ്ക്വയറിന് പകരം ടി മൈനസ് 2 പ്ലസ് 2 ഒന്ന് കൊടുക്കാം. ദ ഹോൾ സ്ക്വയർ. ടി മൈനസ് 2 നമുക്ക് വേണം, അതുകൊണ്ടാണ് അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് വെച്ചത്. ഇനി മൈനസ് ടിക്ക് പകരം എന്താണ്? ടി മൈനസ് 2 പ്ലസ് 2. ടി മൈനസ് 2 വേണം. ടി മൈനസ് 2 പ്ലസ് 2. പിന്നെ എന്താണ്? യു ടി മൈനസ് 2. ഇതല്ലേ? ഇനി ഈ ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അതായത് ഒരു 1/s സ്ക്വയർ ഉണ്ട് ആദ്യം പ്ലസ് എൽ ഓഫ് ഇതെന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പോലെയാണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതായത് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടൈംസ് ടി മൈനസ് 2 പ്ലസ് 4 അല്ലേ? ഇനി എന്താണ്? ഒരു മൈനസ് ഉണ്ട്. എന്ത് വരും? ടി മൈനസ് 2 പ്ലസ് 2. ഇനി വെളിയിൽ എന്താണ്? ഒരു യു ടി മൈനസ് 2 കൂടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ യു ടി മൈനസ് 2 അകത്തോട്ട് കയറ്റാം. ഇവിടെ യു ടി മൈനസ് 2 വരും, ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെയൊക്കെ വരില്ലേ? അങ്ങനെ ചെയ്ത് നോക്കാം. അതായത് 1/s സ്ക്വയർ പ്ലസ് എൽ ഓഫ് ആദ്യം ഇത് ഇത്ര എടുക്കാം. ഇത്ര എന്ത് വരും? എൽ ഓഫ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2 അല്ലേ? അത് ഒരെണ്ണം പ്ലസ് അടുത്ത് എൽ ഓഫും ഇതും ആ ലാസ്റ്റ് ഉള്ളതും കൂടെ. അപ്പൊ എന്ത് വരും? 4 വെളിയിലാക്കാം. 4 എൽ ഓഫ് ടി മൈനസ് 2 യു ടി മൈനസ് 2 പ്ലസ് ഇനി എന്താണ്? എന്താണ് ഈ ടേം വരുന്നത്? അപ്പൊ എൽ ഓഫ് ഉണ്ട്, 4 ഉണ്ട്. 4 വെളിയിലാക്കിയിട്ട് 4 എൽ ഓഫ് യു ടി മൈനസ് 2 ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് എന്താണ്? എന്താണ് ഈ ടേം ഉണ്ട്.
അതായത് എൽ ഓഫ് മൈനസ് ആണ്. അപ്പൊ മൈനസ് ആദ്യം കൊടുത്തിട്ട് മൈനസ് എൽ ഓഫ് ടി മൈനസ് ടു യു ടി മൈനസ് ടു. ഇതല്ലേ? അടുത്ത് എന്ത് വരും? ഇതാ ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഒരു മൈനസ് ടു വരും. അതായത് മൈനസ് ടു എൽ ഓഫ് യു ടി മൈനസ് ടു എന്ന് വരും. ഇനി ഇത്രയും ചെയ്തെടുത്താൽ മതി. നമുക്ക് ഓർമ്മ ചെയ്യാൻ നോക്കാം. അതായത് ഒരു 1/s² ആദ്യം ഉണ്ടായിരുന്നു പ്ലസ് ഇതെന്താണ്? നമുക്ക് ഈ മൈനസ് ടുവിനെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് 2s ബാക്കി എന്താണ്? മൈനസ് 2 പോയി കഴിഞ്ഞാൽ എൽ ഓഫ് ടി സ്ക്വയർ അല്ലേ? ആദ്യത്തിനെ എഴുതി. രണ്ടാമത്തെ എന്താണ്? 4 ടൈംസ് മൈനസ് ടുവിനെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കാം. ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പോലെ ആയില്ലേ? ഇനി മൈനസ് ടുവിനെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോഴേ ഇ റൈസ് ടു മൈനസ് 2s ബാക്കി എന്താണ്? എൽ ഓഫ് ടി. ഈ മൈനസ് 2 പോയി കഴിഞ്ഞാൽ പിന്നെ എൽ ഓഫ് ടി ഉള്ളോ? പ്ലസ് ഇത് രണ്ടും കൂടെ എന്താണ്? ഇത് രണ്ടും കൂടെ രണ്ടും സെയിം ടൈം ആണ്. അത് 4 ടൈംസ്, ഇത് മൈനസ് 2 ടൈംസ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് എൽ ഓഫ് യു ടി മൈനസ് 2 അല്ലേ? ഇനി ഇതും കൂടെയാണുള്ളത്. അത് പക്ഷേ ഈ ടൈമിൽ നിന്ന് മൈനസ് ചെയ്യാമായിരുന്നു അല്ലേ? ഇത് രണ്ടും സെയിം ടൈം അല്ലേ? ഇത് 4 ടൈംസ്, ഇത് ഒരു തവണ. അപ്പൊ എന്ത് വരും? 3 ടൈംസ് അല്ലേ വരുന്നത്? ഇവിടെ തന്നെ 3 ടൈംസ് വരും. ഇത് 4 ടൈംസ് ആണ്, ഇത് ഒരു ടൈം ആണ്. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ 3 ടൈംസ്. പിന്നെ എന്താണ്? മൈനസ് 2 ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് 2s എൽ ഓഫ് ടി. ഇനി ഇത്രയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 1/s² പ്ലസ് ഇ റൈസ് ടു മൈനസ് 2s എന്താണ്? എൽ ഓഫ് ടി സ്ക്വയർ 2 ഫാക്ടോറിയൽ ബൈ s ക്യൂബ് ആണ്. 2 ഫാക്ടോറിയൽ 2 ആണ്. 2/s ക്യൂബ്. എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് 2 ഫാക്ടോറിയൽ ബൈ s ക്യൂബ് ആണ്. അതായത് 2/s ക്യൂബ് പ്ലസ് 3 ഇ റൈസ് ടു മൈനസ് 2s എൽ ഓഫ് ടി എന്താണ്? 1/s² പ്ലസ് 2 എൽ ഓഫ് യു ടി മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 2s ബൈ s ആണ്. കണ്ടോ? അപ്പൊ നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇങ്ങനെ കിട്ടുന്നാലും മതി. അതായത് 1/s². ബാക്കി 3 ടേമിലും ഇ റൈസ് ടു മൈനസ് 2s കോമൺ അല്ലേ? ഇ റൈസ് ടു മൈനസ് 2s ബൈ ഒരു s ക്യൂബും കൂടെ വെളിയിലെടുത്താൽ ബാക്കി എന്ത് വരും? ഇവിടെ ഇനി 2 മാത്രമേ ഉള്ളൂ. s ക്യൂബ് വെളിയിലായതുകൊണ്ട് ഇവിടെ 3s വരും. ഇവിടെ എന്താണ്? s ക്യൂബ് വെളിയിൽ വന്നുകൊണ്ട് 2s². അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതൊരു ലെങ്തിയാണ്, കുറച്ച് ചെയ്യാനുണ്ട്. എന്താണ് പറയുന്നത്? എക്സ്പ്രസ് ദ ഫോളോവിംഗ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഇത് ഏത് ഫോമാണ്? കണ്ടോ? ഇത് 3 എണ്ണം ഉണ്ട്. F1t, F2t, F3t. നോട്ട് 4 അല്ലേ? ഇതേപോലെ അല്ലേ? F1t, F2t, F3t ഇതേപോലെ അല്ലേ? അങ്ങനെയാണ് എങ്ങനെ എഴുതാം? F1t പ്ലസ് F2t മൈനസ് F1t ഇൻറ്റു യു ടി മൈനസ് എ പ്ലസ് F3t മൈനസ് F2t ഇൻറ്റു യു ടി മൈനസ് ബി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? F1t എന്ന് പറയുന്നത് 1 പ്ലസ് പിന്നെ ഇതിന്റെ ഡിഫറൻസ് 2t മൈനസ് 1 യു ടി മൈനസ് 1. അടുത്തെന്താണ് ഈ ഡിഫറൻസ്? 3t² മൈനസ് 2t യു ടി മൈനസ് 2. ഇങ്ങനെ മാറ്റാം. അപ്പൊ നമുക്ക് ഇതിന്റെയാണ് എൽ ഓഫ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ യു ടി മൈനസ് 1 ഉണ്ട്. അപ്പൊ ഇവിടെയും ടിക്ക് പകരം ടി മൈനസ് 1 വരുത്തണം അല്ലേ? ഇവിടെ എന്താണ്? യു ടി മൈനസ് 2 ഉണ്ട്. അപ്പൊ ഇവിടെയും ടി മൈനസ് 2 വരുത്തണം. ആ സ്റ്റെപ്പ് ചെയ്യാം. അതായത് 1 പ്ലസ് 2 ഇൻറ്റു ടിക്ക് പകരം ടി മൈനസ് 1 പ്ലസ് 1. ഈ ടി മൈനസ് 1 ഒരുമിച്ചെടുക്കുക. ഇനി എന്തുണ്ട്? ഒരു യു ടി മൈനസ് 1 കൂടെ ഉണ്ട്. യു ടി മൈനസ് 1 പ്ലസ് ഇതിനെങ്ങനെ എഴുതാം? 3t² യു ടി മൈനസ് 2ഉം മൈനസ് 2t യു ടി മൈനസ് 2ഉം ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ചെയ്യാം. ഇത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. 3t² യു ടി മൈനസ് 2ഉം മൈനസ് 2t യു ടി മൈനസ് 2ഉം. ഇനി എന്താണ്? 1 പ്ലസ് ഇവിടെ ഒന്ന് മാറ്റുമ്പോഴത്തേക്ക് 2 ഇൻറ്റു ടി മൈനസ് 1 യു ടി മൈനസ് 1
അല്ലേ? 2 ഇൻറ്റു ടി മൈനസ് 1 യു ടി മൈനസ് 1. അടുത്തെന്ത് വരും? പ്ലസ് ഒരു യു ടി മൈനസ് 1. നമ്മൾ ഇവിടെ മാറ്റിയില്ല. പ്ലസ് ഇവിടെ എന്താണ്? യു ടി മൈനസ് 2 ആണ്. അപ്പൊ ടി മൈനസ് 2 വരുത്തണം. 3 ടിക്ക് പകരം ടി മൈനസ് 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2. ഇനി എന്താണ്? മൈനസ് 2 ടിക്ക് പകരം ടി മൈനസ് 2 പ്ലസ് 2 യു ടി മൈനസ് 2. ഇങ്ങനെ ആക്കി. ടിക്ക് പകരം ടി മൈനസ് 2 പ്ലസ് 2 ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പോലെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? ഇവിടെ ആദ്യം ഉള്ളത് 1 പ്ലസ് 2 ടി മൈനസ് 1 യു ടി മൈനസ് 1 പ്ലസ് യു ടി മൈനസ് 1 പ്ലസ് ഇവിടെ എന്ത് വരും? 3 ടൈംസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab 4 ടൈംസ് ടി മൈനസ് 2 പ്ലസ് 4 പിന്നെ ഒരു യു ടി മൈനസ് 2 കൂടെ ഉണ്ട്. ഇനി ഇതെന്താണ്? മൈനസ് 2 ടി മൈനസ് 2 യു ടി മൈനസ് 2. എന്താണ്? മൈനസ് 2 യു ടി മൈനസ് 2. ഇത്രയായി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ കൂടെ ബ്രാക്കറ്റ് മാറ്റി എടുത്താൽ ബാക്കി ചെയ്യാൻ പറ്റും. ഇതൊരു ലെങ്തി ക്വസ്റ്റൻ ആണ്. ക്ഷമയോട് കൂടി ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പൊ എഫ് ഓഫ് ടി എന്താണ്? 1 പ്ലസ് 2 ടി മൈനസ് 1 യു ടി മൈനസ് 1. പിന്നെ എന്ത് വരും? യു ടി മൈനസ് 1 പ്ലസ് ഇവിടെ 3 ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2. 3 ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2. അടുത്ത് എന്ത് വരും? 3ഉം 4ഉം കൂടെ 12 പ്ലസ് 12 ടി മൈനസ് 2 യു ടി മൈനസ് 2. അടുത്തെന്താണ്? ഇവിടെയും ഒരു 4 ഉണ്ട്. 3ഉം 4ഉം കൂടെ 12 പ്ലസ് 12 യു ടി മൈനസ് 2. പിന്നെ അവിടെ ടേം ഉണ്ട് മൈനസ് 2 ടൈംസ് ടി മൈനസ് 2 യു ടി മൈനസ് 2. ഇനി എന്താണ്? മൈനസ് 2 യു ടി മൈനസ് 2. ഇത്രയില്ലേ? ഇവിടെ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പോകാൻ പറ്റുമോ നോക്കാം. 1 പ്ലസ് ടി മൈനസ് 1 യു ടി മൈനസ് 1 പറയില്ല. 2 ടി മൈനസ് 1 യു ടി മൈനസ് 1 പ്ലസ് യു ടി മൈനസ് 1ഉം വേറെയില്ല. യു ടി മൈനസ് 1 പ്ലസ് ഇനി ഇതെന്താണ്? ടി മൈനസ് 1 ഹോൾ സ്ക്വയർ ഉള്ളത് ഒരെണ്ണേ ഉള്ളൂ. 3 ഇൻറ്റു 3 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2. ഇനി എന്താണ്? ഇത് രണ്ടും സെയിം ടൈപ്പ് ആണ്. അത് 12 ആണ്, ഇത് മൈനസ് 2 ആണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് 10 ടി മൈനസ് 2 യു ടി മൈനസ് 2. ഇനി ഇത് രണ്ടും സെയിം അല്ലേ? ഇത് 12 ടൈംസ്, അത് 2 ടൈംസ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് 10 ടൈംസ് യു ടി മൈനസ് 2. ഇതല്ലേ? അപ്പൊ ഇതിന്റെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്ത് വരും? എൽ ഓഫ് ഇത്രയുടെ എൽ ഓഫ് അല്ലേ വരുന്നത്. ഇത്രയുടെ എൽ ഓഫ് കണ്ടുപിടിച്ച് നോക്കാം. അതായത് ആദ്യത്തത് എൽ ഓഫ് 1 പ്ലസ് അടുത്തത് 2 എൽ ഓഫ് ടി മൈനസ് 1 യു ടി മൈനസ് 1 അല്ലേ? അപ്പൊ ആദ്യം എൽ ഓഫ് 1 പ്ലസ് 2 എൽ ഓഫ് ടി മൈനസ് 1 യു ടി മൈനസ് 1 പ്ലസ് എൽ ഓഫ് യു ടി മൈനസ് 1 പ്ലസ് ഇവിടെ വരുമ്പോൾ എന്താണ്? 3 എൽ ഓഫ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2 പ്ലസ് 10 എൽ ഓഫ് ടി മൈനസ് 2 യു ടി മൈനസ് 2 പ്ലസ് 10 എൽ ഓഫ് യു ടി മൈനസ് 2. ഇനി ചെയ്താൽ മതിയല്ലോ. എന്താണ് എൽ ഓഫ് 1? 1 ബൈ എസ് സ്ക്വയർ ആണ്. 2 എന്താണ് ഇതിന്റെ? നമുക്ക് ഈ മൈനസ് 1നെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോഴേ ഇ റൈസ് ടു മൈനസ് എസ് പിന്നെ എന്താണ്? എൽ ഓഫ് ടി എ ഉള്ളൂ. പ്ലസ് ഇവിടെ എന്ത് വരും?
എൽ ഓഫ് യു ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇ റൈസ്റ്റ് മൈനസ് എസ് ബൈ എസ് ആണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ. എൽ ഓഫ് യു ടി മൈനസ് 1 എന്ന് പറയുമ്പോഴേ ഇ റൈസ്റ്റ് മൈനസ് എസ് ബൈ എസ് ആണ്. പ്ലസ് 3 ഇവിടെ എന്താണ് -2 ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോഴത്തേക്ക് ഇ റൈസ്റ്റ് -2s എൽ ഓഫ് ബാക്കി എന്താണ് ടി സ്ക്വയറേ ഉള്ളൂ. പ്ലസ് 10 ഇവിടെ എന്താണ് -2 ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോഴേ ഇ റൈസ്റ്റ് -2s ബാക്കി എൽ ഓഫ് ടി. പ്ലസ് ഇതെന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് 10 ഇ റൈസ്റ്റ് -2s ബൈ എസ് 3 ആയി. ഇനി എന്താണ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ഇ റൈസ്റ്റ് മൈനസ് എസ് എന്താണ് എൽ ഓഫ് ടി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഇ റൈസ്റ്റ് മൈനസ് എസ് ബൈ എസ് പ്ലസ് 3 ഇ റൈസ്റ്റ് -2s ഉം എൽ ഓഫ് ടി സ്ക്വയർ എന്താണ് 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് ആണ്. പ്ലസ് 10 ഇ റൈസ്റ്റ് -2s എൽ ഓഫ് ടി എന്താണ് 1 ബൈ എസ് സ്ക്വയർ ആണ്. പ്ലസ് 10 ഇ റൈസ്റ്റ് -2s ബൈ എസ്. ഇത്രയും കിട്ടി. ഇനി കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. എൽ ഓഫ് 1 എന്ന് പറയുന്നത് 1 ബൈ എസ് സ്ക്വയർ അല്ല 1 ബൈ എസ് ആണ്. ഈ ടേം മാറിപ്പോയി. ഇനി വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി എഴുതാം. അതായത് 1 ബൈ എസ് പ്ലസ് ഇ റൈസ്റ്റ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ പറഞ്ഞ ഏതൊക്കെ ടേം ഉണ്ട്? ഇ റൈസ്റ്റ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ ഈ രണ്ട് ടേമിലൊന്നും രണ്ടിലും ഇ റൈസ്റ്റ് മൈനസ് എസ് ആണല്ലോ. ഇ റൈസ്റ്റ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ വെളിയിലാക്കിയാൽ ബാക്കി എന്താണ് ഇവിടുത്തെ ഇ റൈസ്റ്റ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ വെളിയിൽ പോയി. അപ്പം 2 പ്ലസ് ഇവിടെ എസ് എ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എസ് സ്ക്വയർ വെളിയിലാക്കിയോണ്ട് ഒരു എസ് കൂടെ എടുക്കാം. കണ്ടോ ഇ റൈസ്റ്റ് മൈനസ് എസ് വെളിയിൽ പോയി കഴിഞ്ഞു. അപ്പൊ ഇ റൈസ്റ്റ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് എസ് പ്ലസ് അപ്പൊ ഇത് രണ്ടുമായി ഇതുമായി. ഇനി എന്താണ് ഇതിലെല്ലാം ഇ റൈസ്റ്റ് -2s ഉണ്ടല്ലോ. ഇതിലെല്ലാത്തിൽ നിന്നും ഇ റൈസ്റ്റ് -2s വെളിയിലാക്കാം. ഇ റൈസ്റ്റ് -2s ബൈ എസിന്റെ ഹയസ്റ്റ് പവർ എസ് ക്യൂബ് അല്ലേ. ആ എസ് ക്യൂബും കൂടെ വെളിയിലാക്കിയാൽ ബാക്കി എന്ത് വരും? ഇവിടെ ഇനി 3a ഉള്ളൂ. പ്ലസ് ഇവിടെ എന്താണ് ഇ റൈസ്റ്റ് -2s പോയി കഴിഞ്ഞു. ഒരു എസ് സ്ക്വയറും പോയി കഴിഞ്ഞു. അപ്പൊ എന്താണ് 10s വരും. ഇവിടെ എന്താണ് എസ് സ്ക്വയർ ഇനി വേണം. എസ് ക്യൂബ് വെളിയിൽ പോയല്ലോ. അപ്പൊ ഇനി എസ് അല്ലേ ഉള്ളൂ. അപ്പൊ 10s സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ശരിക്കും ടെസ്റ്റിലുള്ള ആൻസർ ഇവിടെ കിടക്കുന്നത് 10s പകരം 5s എന്നാണ്. ഒന്ന് നോക്കി നോക്കുക. ഇവിടെ കിടക്കുന്നത് 5s ആണ്. ഈ ടേം 4s സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് തന്നെ കിട്ടുമോ നോക്കി നോക്കുക. അപ്പൊ ഇവിടെ എന്താണ് 3 പ്ലസ് 5s പ്ലസ് 4s സ്ക്വയർ ആണ് ടെസ്റ്റ് കിടക്കുന്ന ആൻസർ. ഞാൻ ചെയ്തപ്പോൾ തെറ്റിയതാണെന്നോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിനെയും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കിയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. ഇതിപ്പോ ഏത് ടൈപ്പ് ആണ്? നമ്മുടെ ടൈപ്പ് 4 അല്ലേ. 3 ഫംഗ്ഷൻ വരുന്നത് f1t f2t f3t 3 ഫംഗ്ഷൻ വരുന്നത് ടൈപ്പ് 4 ആണ്. അപ്പൊ ടൈപ്പ് 4 വെച്ച് എഫ് ഓഫ് ടി എന്താണ്? f1t പ്ലസ് അതായത് സൈൻ ടി പ്ലസ് അടുത്തെന്താണ് ഇതിന്റെ ഡിഫറൻസ് 1 മൈനസ് സൈൻ ടി യു ടി മൈനസ് പൈ. അടുത്തത് cos t minus 1 cos t minus 1 u t minus 2 pi ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി നമുക്ക് ചെയ്തു വരാം. അതായത് സൈൻ ടി അത് കുഴപ്പമില്ല. സൈൻ ടി പ്ലസ് ഇവിടെ എന്താണ് ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് യു ടി മൈനസ് പൈ വരും. മൈനസ് സൈൻ ടി പിന്നെ യു ടി മൈനസ് പൈയും വരും അല്ലേ. ഇനി എന്ത് വരും? പ്ലസ് ഇതെവിടെ എന്താണ് കോസ് ടി യു ടി മൈനസ് 2 പൈ മൈനസ് യു ടി മൈനസ് 2 പൈ ഇത്രയും വരും. ഇനി എന്താണ്? അപ്പൊ ഇതൊക്കെ ശരിക്കും കറക്റ്റ് ഫോമിലാണ്. സൈൻ ടി പ്ലസ് യു ടി മൈനസ് പൈ ഇത് കറക്റ്റ് ഫോമാണ്. ഇതിനെന്ത് ചെയ്യണം? നമുക്ക് ടി മൈനസ് പൈ വരുത്തണം. മൈനസ് സൈൻ ടിക്ക് പകരം ടി മൈനസ് പൈ പ്ലസ് പൈ എന്ന് എഴുതാം. പിന്നെ എന്താണ് യു ടി മൈനസ് പൈയും കൂടെ ഉണ്ട് അല്ലേ. പ്ലസ് ഈ കോസ് ടിക്ക് പകരോ കോസ് ടി മൈനസ് 2 പൈ വേണം.
t minus 2 pi plus 2 pi ut minus 2 pi. ഇനി എന്താണ്, ഒരു ut minus 2 pi കൂടെ ഉണ്ട് കണ്ടോ. അപ്പൊ ഇവിടെ ടിക്ക് പകരം t minus pi വരുത്തി, t minus pi plus pi. ഇവിടെ എന്താണ്, t minus 2 pi വരുത്തി, അപ്പം cos t minus 2 pi plus 2 pi. ഇനി ഈ ആദ്യത്തെ സൈൻ ടി നമ്മുടെ കറക്റ്റ് ഫോമാറ്റ് ആണ്, ut minus പൈയും കറക്റ്റ് ഫോമാറ്റ് ആണ്. മൈനസ് ഇതെന്താണ്, സൈൻ ഓഫ് 180 പ്ലസ് തീറ്റ. സൈൻ ഓഫ് 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്, മൈനസ് സൈൻ തീറ്റ. സൈൻ ഓഫ് 180 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. സൈൻ ഓഫ് 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് 180 പ്ലസ് വന്നാലും 180 മൈനസ് വന്നാലും സൈൻ സൈൻ തന്നെ, കോസ് കോസ് തന്നെ. ഇത് തേർഡ് ക്വാഡ്രന്റ് ആയപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ സൈൻ മൈനസ്. അപ്പൊ സൈൻ ഓഫ് 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ ഇതെന്ത് വരും, മൈനസ് സൈൻ. അപ്പൊ പ്ലസ് അല്ലേ, പ്ലസ് സൈൻ ടി മൈനസ് പൈ എന്ന് വന്നു. പിന്നെ എന്ത് വന്നു, യു ടി മൈനസ് പൈയും കൂടെ ഉള്ളൂ. പ്ലസ് ഇതെന്താണ്, കോസ് ഓഫ് തീറ്റ പ്ലസ് 360. അതായത് കോസ് തീറ്റ തന്നെയാണ്. കോസ് ഓഫ് ടി മൈനസ് 2 പൈ യു ടി മൈനസ് 2 പൈ. ഇനി എന്തും കൂടെ ഉണ്ട്, മൈനസ് യു ടി മൈനസ് 2 പൈ അല്ലേ. ഇത്രയും ആയി കഴിഞ്ഞു. ഇനി ഇതിന് യെല്ലോ അപ്ലൈ ചെയ്താൽ മതി. ഇത് എഫ് ഓഫ് ടി ആണ്. നമുക്ക് ഇവിടെ യെല്ലോ ഓഫ് കൊടുക്കാം. യെല്ലോ ഓഫ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, യെല്ലോ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു യെല്ലോ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു യെല്ലോ സൈൻ ടി, യെല്ലോ സൈൻ ടി പ്ലസ് യെല്ലോ ഓഫ് യു ടി മൈനസ് പൈ, യെല്ലോ ഓഫ് യു ടി മൈനസ് പൈ. അടുത്ത് എന്ത് വരും, ഇവിടെയും യെല്ലോ ഓഫ് യെല്ലോ പ്ലസ് യെല്ലോ ഓഫ് സൈൻ ടി മൈനസ് പൈ യു ടി മൈനസ് പൈ പ്ലസ് യെല്ലോ ഓഫ് കോസ് ടി മൈനസ് 2 പൈ യു ടി മൈനസ് 2 പൈ മൈനസ് വീണ്ടും ഇവിടെ യെല്ലോ ഓഫ് വരും, യെല്ലോ ഓഫ് യു ടി മൈനസ് 2 പൈ. നമ്മൾ യെല്ലോ ഓഫ് കൊടുത്തു കഴിഞ്ഞു. യെല്ലോ സൈൻ ടി എന്താണ്, യെല്ലോ സൈൻ ടി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഇതെന്താണ്, യെല്ലോ ഓഫ് യു ടി മൈനസ് പൈ ഇ റൈസ് ടു മൈനസ് പൈ എസ് ബൈ എസ് ആണ്. അത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ അതേ ഇതാണ്. യു ടി മൈനസ് പൈ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് പൈ എസ് ബൈ എസ്. അതായത് മൈനസ് പൈ ഷിഫ്റ്റ് ചെയ്ത് വെളിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ യെല്ലോ ഫണ്ണേ ഉള്ളൂ. യെല്ലോ ഫൺ എന്താണ്, 1 ബൈ എസ്. അതെന്താണ്, നമുക്ക് ആ മൈനസ് പൈ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് പൈ എസ് ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കി. ബാക്കി എന്ത് വരും, യെല്ലോ സൈൻ ടിയേ ഉള്ളൂ, യെല്ലോ സൈൻ ടി പ്ലസ് ഇവിടെ എന്താണ്, മൈനസ് 2 പൈ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോഴേ ഇ റൈസ് ടു മൈനസ് 2 പൈ എസ്. ഇനി എന്താണ്, യെല്ലോ ഓഫ് കോസ് ടി മൈനസ് ഇതെന്താണ്, ഇ റൈസ് ടു മൈനസ് 2 പൈ എസ് ബൈ എസ് ആണ്. ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. അതായത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് നമുക്ക് ഈ ഇ റൈസ് ടു പൈ എസ് ഇ റൈസ് ടു പൈ എസ് ഇ റൈസ് ടു മൈനസ് പൈ എസ് ബൈ എസ് പ്ലസ് ഇ റൈസ് ടു മൈനസ് പൈ എസ്. എന്താണ്, യെല്ലോ സൈൻ ടി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ് പ്ലസ് ഇ റൈസ് ടു മൈനസ് 2 പൈ എസ്. യെല്ലോ ഓഫ് കോസ് ടി എന്താണ്, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്, എസ് സ്ക്വയർ പ്ലസ് 1. പിന്നെ ഇ റൈസ് ടു മൈനസ് 2 പൈ എസ് ബൈ എസ് എന്നുണ്ട്. ഇത്രയും എഴുതിയാൽ മതി. അല്ലെങ്കിൽ കുറച്ചും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതുക. അപ്പൊ ഇനി വരുന്നത് ഈ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 അവിടെ ഇപ്പുറത്ത് വെച്ചിരിക്കേണ്ടത് പ്ലസ് ഇനി ഇ റൈസ് ടു പൈ എസ് വരുന്ന 2 ടേം. ആ രണ്ടിലൊന്നും ഇ റൈസ് ടു മൈനസ് പൈ എസ് വെളിയിലാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ്, 1 ബൈ എസ് പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2 പൈ എസ് വരുന്ന 2 ടേം. ഇ റൈസ് ടു മൈനസ് 2 പൈ എസ് വെളിയിലാക്കി കഴിഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 ബൈ എസ്. കണ്ടോ, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യാം. ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് മാറ്റിയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. ഇവിടെ എന്താണ്, ടി സ്ക്വയറും 4 ടിയും ആണ് ഉള്ളത്. 2 ഫംഗ്ഷൻ, F1 ടിയും F2 ടിയും. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണ്,
ഇവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കണ്ടോ, എക്കും ബിക്കും ഇടയിൽ. ഇത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു, ഒന്ന് ഓർത്തിരിക്കുക, ടി സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു യു ടി മൈനസ് 2 അല്ല ടി മൈനസ് 1 മൈനസ് യു ടി മൈനസ് 2 ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനിയുണ്ട് പ്ലസ് 4t ഇൻറ്റു യു ടി മൈനസ് 2 യു ടി മൈനസ് 2 ഇങ്ങനെയാണ് എഴുതുന്നത്. നമ്മൾ ഈ പഠിച്ച 4 ടൈപ്പും അല്ല. ഇതെങ്ങനെയാണ്? ടി സ്ക്വയർ ഇൻറ്റു ഇവിടെ എക്കും ബിക്കും ഇടയിലായതുകൊണ്ട് ടി സ്ക്വയർ ഇൻറ്റു യു ടി മൈനസ് 1 മൈനസ് യു ടി മൈനസ് 2 പ്ലസ് 4t ഇൻറ്റു യു ടി മൈനസ് 2. അപ്പൊ ഇതെന്ത് വരും? നമുക്ക് ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് ടി സ്ക്വയർ യു ടി മൈനസ് 1 മൈനസ് ടി സ്ക്വയർ യു ടി മൈനസ് 2 പ്ലസ് 4t യു ടി മൈനസ് 2 അല്ലേ? ഇനി എന്താണ്? നമുക്ക് ഈ ടി മൈനസ് 1 ഇവിടെയും വരണം. ടി സ്ക്വയറിന് പകരം ടി മൈനസ് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ടി മൈനസ് 1 ഒരുമിച്ചെടുക്കണം. ഇനി എന്താണ്? യു ടി മൈനസ് 1 മൈനസ് ടി സ്ക്വയറിന് പകരം ടി മൈനസ് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, പിന്നെ യു ടി മൈനസ് 2. 4tക്ക് പകരം 4 ഇൻറ്റു ടിക്ക് പകരം ടി മൈനസ് 2 പ്ലസ് 2. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. യു ടി മൈനസ് 2. കുറച്ച് ചെയ്യാനുള്ള ഉണ്ടെന്നേ ഉള്ളൂ, ലെങ്തി ആണെന്നേ ഉള്ളൂ. ഇനി എന്താണ്? ഇതിപ്പോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പോലെയാണ്. അപ്പൊ ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2t മൈനസ് 1 പ്ലസ് 1. വെളിയിലൊരു യു ടി മൈനസ് 1 ഉണ്ട്. പ്ലസ് ഇതെന്താണ്? വീണ്ടും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ മൈനസ് ആണ്. ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2t മൈനസ് 1 പ്ലസ് 1. വെളിയിലുള്ള ഒരു യു ടി മൈനസ് 2. ഇനി ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോഴോ 4t മൈനസ് 2 യു ടി മൈനസ് 2 പ്ലസ് 8 യു ടി മൈനസ് 2. ഇത്രയും വന്നു അല്ലേ? ഇനി ഇതിനൊന്ന് ബ്രാക്കറ്റ് ഒക്കെ മാറ്റി എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റ് ഒക്കെ മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 1. ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 1 പ്ലസ് പിന്നെ എന്താണ്? 2t മൈനസ് 1 യു ടി മൈനസ് 1 2t മൈനസ് 1 യു ടി മൈനസ് 1 പ്ലസ് യു ടി മൈനസ് 1. ആദ്യതായി അടുത്തെന്താണ്? മൈനസ് ആണ്. മൈനസ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2. പക്ഷെ അവിടെ പ്രശ്നമായല്ലോ നമുക്കവിടെ. അപ്പൊ ഇവിടെ മൈനസ് 1 അല്ല വേണ്ടത്, ഇവിടെ യു ടി മൈനസ് 2 അല്ലേ? അപ്പൊ ഇവിടെയും നമുക്ക് ടി മൈനസ് 2 പ്ലസ് 2 ആണ് വേണ്ടത്. കണ്ടോ? ടി മൈനസ് 2 പ്ലസ് 2. അപ്പൊ ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ 2t മൈനസ് 2 ഇങ്ങനെയാണ് വരുന്നത്. അവിടെ തെറ്റ് പറ്റി. ഇനി എന്ത് വരും? അവിടെ എന്താണ്? മൈനസ് ആദ്യത്തെ ടേം 3 ആയി കഴിഞ്ഞു. മൈനസ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2. അടുത്ത് മൈനസ് 2t മൈനസ് 2 യു ടി മൈനസ് 2 മൈനസ് യു ടി മൈനസ് 2 പ്ലസ് 4t മൈനസ് 2 യു ടി മൈനസ് 2 പ്ലസ് 8 യു ടി മൈനസ് 2. ഇവിടെ എല്ലാം നമ്മൾ എല്ലോ കൊടുത്താൽ മതി. എല്ലോ അല്ലേ വേണ്ടത്. അപ്പൊ എല്ലോ ഓഫ് എഫ് ഓഫ് ടി എന്താണ്? ഇത് എഫ് ഓഫ് ടി ആണ് കിട്ടിയത്. എല്ലോ ഓഫ് എഫ് ഓഫ് ടി എന്ത് വരും? എല്ലാത്തിലും എല്ലോ ഓഫ് കൊടുത്താൽ മതി. അതായത് എല്ലോ ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 1 പ്ലസ് 2 എല്ലോ ഓഫ് ടി മൈനസ് 1 യു ടി മൈനസ് 1 പ്ലസ് എല്ലോ ഓഫ് യു ടി മൈനസ് 1 മൈനസ് എല്ലോ ഓഫ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 2. എല്ലാത്തിനും എല്ലാം കൊടുക്കുന്നതാണ്. ഇനി എന്ത് വരും? minus 2 L of t minus 2 u t minus 2
minus L of ut minus 2 plus 4L of t minus 2 ut minus 2 plus 8L of ut minus 2. ഇത്രയും സ്റ്റെപ്പ് വരും. ഇതെന്താണ്? -1 വെളിയിലാക്കുമ്പോഴത്തേക്ക് e raised to minus s into L of t square അല്ലേ? ഇവിടെ എന്ത് വരും? +2 ഉണ്ട്. e raised to minus 1 ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പം e raised to minus s ബാക്കി L of t പ്ലസ് ഇതെന്താണ്? e raised to minus s by s മൈനസ് ഇവിടെ എന്ത് വരും? e raised to minus 2s ഷിഫ്റ്റ് ചെയ്ത് വെളിയിലായി കഴിഞ്ഞാൽ L of t square. അടുത്ത് മൈനസ് 2 e raised to minus 2s L of t. ഇതെന്താണ്? e raised to minus 2s by s ആണ്. ഇവിടെ എന്ത് വരും? -2 ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കാം. ഒരു 4 ഉണ്ട്. 4 e raised to minus 2s L of t plus 8 e raised to minus 2s by s. ഇനി ഇത് കൂടെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അതായത് e raised to minus s by L of t square എന്താണ്? 2 by s cube ആണ്. പ്ലസ് 2 e raised to minus s L of t എന്ന് പറഞ്ഞാൽ 1 by s ആണ്. അല്ല, L of t 1 by s square ആണ്. L of t 1 by s square. അടുത്ത് e raised to minus s by s minus e raised to minus 2s into L of t square 2 by s cube minus 2 e raised to minus 2s L of t എന്താണ്? 1 by s square. ഇനി വീണ്ടും ഉണ്ട് പ്ലസ് e raised to minus 2s by s പ്ലസ് 4 e raised to minus 2s L of t എന്താണ്? 1 by s square പ്ലസ് 8 e raised to minus 2s by s ആണ്. ഇത് സിമിലർ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടി ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ എഴുതുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നോക്കാം. ഇവിടെ e raised to minus s വരുന്ന 3 ടേം ഉണ്ട്. അവിടെ നിന്ന് e raised to minus s വെളിയിലാക്കിയിട്ട് ബൈ s ക്യൂബ് കൂടെ വെളിയാക്കാം. ഇൻറ്റു അപ്പൊ ഇവിടെ ഇനി 2 മാത്രം പ്ലസ് ഇവിടെ നിന്ന് e raised to minus s പോയി കഴിഞ്ഞു, s ക്യൂബ് വെളിയിലായി കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു s കൂടെ വരും 2s പ്ലസ് ഇവിടെ എന്താണ്? ഇനി ഒരു s സ്ക്വയറും കൂടെ വരും s സ്ക്വയർ. ഇത്രയുമാണ് ആദ്യത്തിൽ വരുന്നത്. s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് അപ്പൊ ഈ 3 ടേമിന്റെ കാര്യമായി. ഇനി എന്താണ്? ഇതുപോലത്തെ ടേം ഒരുപോലത്തെ തരുമോ നോക്കാം. s ക്യൂബ് വരുന്നത് ആകെ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? e raised to minus 2s 2 by s ക്യൂബ് അത് ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇനി s സ്ക്വയർ വരുന്നതോ? ഇത് രണ്ടും s സ്ക്വയർ വരുന്നതാണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ടൈംസ് e raised to minus 2s by s സ്ക്വയർ അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേ 2 ടൈംസ് e raised to minus 2s by s സ്ക്വയർ. ഇനി e raised to minus 2s by s എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത് ആ രണ്ടും കൂടെ എന്ത് വരും? 9 ടൈംസ് പ്ലസ് 9 ടൈം e raised to minus 2s by s ആണ്. ഇതാണ് ടെസ്റ്റിലുണ്ടായിരുന്ന ആൻസർ. എനിക്ക് തെറ്റിപ്പോയതാണെന്ന് അറിഞ്ഞൂടാ, നിങ്ങൾ ചെയ്തു നോക്കുക. ചിലപ്പോൾ ടെസ്റ്റിലെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പൊ ഇതാണ് ടെസ്റ്റ് കിടക്കുന്ന ആൻസർ. ഈ ടൈം എന്തായാലും കറക്റ്റ് ആണ്. ഇവിടെയാണ് പ്രശ്നം വന്നത്. ഇതിനകത്ത് ഏതോ ഒരു ടൈം മാറിയതാണ്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.